വിവാദങ്ങൾക്കൊടുവിൽ താരസംഘടന അമ്മയുടെ കുടുംബ സംഗമം ഇന്ന് കൊച്ചിയിൽ നടക്കുകയാണ്. അമ്മയുടെ 30 കൊല്ലക്കാലത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പിളർപ്പിലേക്ക് വരെ നീങ്ങിയ അമ്മയുടെ ഐക്യം ലക്ഷ്യമിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അശ്വിൻ പാലാഴി കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, യഥാർത്ഥത്തിൽ ഇത്തരമൊരു കുടുംബ സംഗമം സുരേഷ് ഗോപിയുടെ ആശയമാണോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ കുടുംബ സംഗമം വഴി പൊട്ടിച്ചിതറി പോകുമായിരുന്നൊരു വലിയ സംഘടനയെ ചേർത്ത് നിർത്താനുള്ള അവരുടെ ശ്രമമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. വിവരങ്ങൾ. എസ്കേൻ, വെരി ഗുഡ് മോർണിംഗ്. എസ്കേൻ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയുടെ ഒരു ആശയം തന്നെയാണ് ഇത്. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് പിന്നാലെ ഉണ്ടായ ലൈംഗികാരോപണങ്ങളും ഒക്കെ സംഘടനയെ വലിയ തോതിൽ തകർത്ത് കളഞ്ഞിരുന്നു. അതിൽ ഒരു ഐക്യം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. പിന്നീടാണ് പിളർപ്പടക്കമുള്ള ചിന്തയിലേക്ക് പോലും അതിലെ പല അംഗങ്ങളും പോയത്. ഒരു ഘട്ടത്തിൽ മറ്റൊരു സംഘടന രൂപീകരിച്ച് പിന്മാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ചില ആളുകൾ കടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വലിയ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുരേഷ് ഗോപി അമ്മയുടെ ആസ്ഥാനത്തേക്ക് എത്തുന്നതും അവിടെ ഒരു സംഗമം, താരങ്ങളുടെ പ്രധാനപ്പെട്ട താരങ്ങളുടെ എല്ലാം ഒരു അനൌദ്യോഗിക മീറ്റിംഗ് അവിടെ നടത്തുന്നതും ആ പഴയ ഐക്യം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നതും. അങ്ങനെ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഈ സംഘടനയുടെ ആദ്യകാലം മുതൽ സംഘടനയ്ക്കൊപ്പമുള്ള ആളുകളാണ്. അവർ മൂന്നുപേരും ചേർന്ന ഒരു വലിയ കുടുംബ സംഗമത്തിലേക്ക് സംഘടനയെ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിന്റെ സംഘടനാ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. 240-ൽ അധികം ആളുകൾ ഈ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന പരിപാടികളൊന്നുണ്ട്. ഒപ്പം കായിക പരിപാടികൾ അരങ്ങേറുന്നുണ്ട്. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് രാവിലെ 9 മണിക്ക് പരിപാടി തുടങ്ങുക. നേരത്തെ സൂചിപ്പിച്ചല്ലോ, സുരേഷ് ഗോപിയും മമ്മൂട്ടിയും മോഹൻലാലും ചേർന്നാണ് ഈ കുടുംബ സംഗമത്തിന് തിരിതെളിക്കുന്നത്. പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒന്നും പ്രവേശനമില്ല. പൂർണ്ണമായും അമ്മയും അമ്മയുടെ സംഘടനയുടെ ആളുകളും അവരുടെ കുടുംബങ്ങളും മാത്രം പങ്കെടുക്കുന്ന ഏകദേശം 2500ഓളം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. എന്തായാലും ഇതോടുകൂടി അമ്മയിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരു ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. ഇതിനുശേഷം വരും മാസങ്ങളിൽ അവരുടെ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമെന്ന് കൂടിയാണ് അറിയാൻ കഴിയുന്നത്. താങ്ക് യു ശ്യാം. അശ്വിൻ പാലാഴി.